Hi friends, welcome to my YouTube channel. This is Bindya and I'm going to put my first video in this YouTube channel. It's a cooking video, as you can see. It's inspired by Pearly Mani, the way she cooks the masala dosha. So let's start. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക്. ഒരു ബിഗ് അണിയൻ, ഞാനൊരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു പച്ചമുളക് ഒരു 3 എണ്ണം, ഞാനൊരു 3 എണ്ണം എടുത്ത്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക്, സോ ഐ ടുക്ക് 3. പിന്നെ ഒരു സ്മോൾ പീസ് ഓഫ് ഇഞ്ചി, പിന്നെ ഒരു വലിയ 2 പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്തിട്ട് വെച്ചതാണ്, അത് ബോയിൽ ചെയ്തിട്ട് വെക്കാം. പിന്നെ പൊടികൾക്ക് ആവശ്യമായിട്ട് കായം വേണം, നമ്മളെ ചിക്കൻ മസാല. ഷീ യൂസ് ടു പുട്ട് ചിക്കൻ മസാല ഇൻ ഹർ റെസിപ്പി വിച്ച് ഈസ് വെരി ടേസ്റ്റി. നിങ്ങളെപ്പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, ഇത് ഞാനിവിടെ വെച്ചിട്ടില്ല, അത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ബട്ട് യു ഷുഡൻറ്റ് മിസ് ദിസ് ചിക്കൻ മസാല, യു ഷുഡ് ആഡ് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എടുക്കൽ, ഞാൻ പ്രിഫർ ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. ഓർ എൽസ് യു ക്യാൻ പുട്ട് ഓയിൽ ഓൾസോ, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേസ്റ്റ്. പിന്നെ കുറച്ച് കടുകിടുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് നമ്മളെ ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് പരിപ്പ് കുറച്ചിടും, ഞാൻ എപ്പോഴും ഇടുന്നതാണ്. അത് കയ്യിൽ ഞാനിപ്പോൾ എടുത്തിട്ട പോലത്തെ ഇത്തിരി കുറച്ച് നമ്മൾ കടുകിടുന്ന പോലെ അത്രയും ക്വാണ്ടിറ്റി തന്നെ ഉഴുന്നിടുക. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പം ഞാൻ എടുത്ത് വെച്ച ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടാം. ജസ്റ്റ് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി ഇടാം. ഇഞ്ചിയും അരിഞ്ഞ് വെച്ച ഇഞ്ചിയും ഇടാം. അതൊന്ന് ശരിക്കും ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ട്രൈപോഡ്, അപ്പം ഷേക്കിങ് നല്ലോണം ഉണ്ടാവും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു അണിയൻ ഇട്ടു. അണിയൻ ഒന്ന് ആസ് യു നോ നമ്മളതൊന്ന് നല്ലോണം ബ്രൗൺ ആവുന്ന വരെ, ബ്രൗൺ ഓർ ആ ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് മാറി ഒന്ന് കുഴയുന്ന വരെ നമ്മളതൊന്ന് സോട്ട് ചെയ്യണം. ഞാൻ ബ്രൗൺ ആവാനുള്ള പേഷ്യൻസ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല, ബിക്കോസ് ഞാൻ അത്ര പേഷ്യൻ്റ് അല്ല. എനിക്ക് പേഷ്യൻസ് വളരെ കുറവായതുകൊണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കുക്കിംഗ്, പിന്നെ പെട്ടെന്ന് കഴിയുന്ന കാര്യങ്ങളാണ് നോക്കാറ്. പിന്നെ നമ്മളതിൽ കുറച്ച് ഉപ്പിട്ടു. വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ. ദിസ് ഇസ് മൈ ഫസ്റ്റ് വോയിസ് ഓവർ, സോ ഐ എം വെരി ബാഡ് അറ്റ് ഇറ്റ്, പ്ലീസ് എക്സ്ക്യൂസ് മൈ മിസ്റ്റേക്സ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ആസ് ഐ ടോൾഡ് അതൊരു 1/2 ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ നമ്മളെ കായപ്പൊടി ഇടുക. നല്ലോണം കുക്കായിട്ട് വരട്ടെ. അധികമൊന്നുമില്ലെങ്കിലും ഏകദേശം ഒക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ഫ്യൂ മിനിറ്റ്സ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്ന തക്കാളിയാണ്. തക്കാളിക്ക് ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. തക്കാളി ഞാൻ അടച്ചു വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്യും. എന്താ പറയുക, ഒന്ന് നല്ലോണം കുഴയണം. ആ മസാലയൊക്കെ ഒന്ന് തക്കാളിയിൽ നല്ലോണം പിടിച്ചു വരണം. അതിന് കുറച്ച് ടൈം എടുത്താലും വേണ്ടിയിട്ടാണ്, നല്ല ആ ടേസ്റ്റ് ഉള്ളൂ. തക്കാളി ഇങ്ങനെ കടിച്ചാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, കുഴഞ്ഞു വന്ന ആ ഒരു മസാലയിൽ. അറ്റ് ദ സെയിം ടൈം നമുക്ക് പാരലി ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ വെച്ച വെള്ളമുണ്ട്, ആ സ്റ്റോക്ക് നമുക്ക് എടുത്ത് വെക്കണം. ആ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് ആ സ്റ്റോക്ക് ഞാൻ ഈ മസാലയിലേക്ക് ഇടും. ഇൻ ഹർ വീഡിയോ ഷീ യൂസ് ടു പുട്ട് ബോയിൽഡ് വാട്ടർ, പക്ഷേ ഞാൻ ഈ സ്റ്റോക്ക് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. പൊട്ടാറ്റോ വേവിച്ച വെള്ളം അതൊന്ന് ബോയിൽ ചെയ്ത് ഞാൻ അതിലേക്ക് ഒഴിക്കും. ഇത് കുറച്ചൊരു ഒന്നൊരു കുഴഞ്ഞ കൺസിസ്റ്റൻസിയിലാണ്, നോട്ട് ദാറ്റ് വാട്ടറി, പക്ഷേ ഒരു കുഴഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് ഈ മസാല ഉണ്ടാവുന്നത്. നോട്ട് ദാറ്റ് തിക്ക്, നോട്ട് ദാറ്റ് ലൂസ്, പക്ഷേ ഒരു മീഡിയം ആ ഒരു കൺസിസ്റ്റൻസി, വിച്ച് മേക്സ് ഇറ്റ് വെരി ടേസ്റ്റി. അപ്പം അതിങ്ങനെ ഒഴിച്ചു. എന്നിട്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പൊട്ടാറ്റോ ബോയിൽ ചെയ്തത് ഇതിലേക്ക് തട്ടാം. ആസ് ഐ സെഡ്, എനിക്ക് ട്രൈപോഡ് ഇല്ല, സോ യു ഹാവ് ടു വെയിറ്റ്. ലെറ്റ് മീ പുട്ട് ദിസ്. ഇനി അത് ഇനി പൊട്ടാറ്റോയിൽ മസാല നന്നായിട്ട് 2 കൈയും വെച്ചിട്ട് ആണെങ്കിലും ഇളക്കുക. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് താഴെ വെച്ച് നല്ലോണം മസാലയ്ക്ക് ഇളക്കി തിരിച്ചു വരാം. ഓക്കെ, see how my masala looks yummy, right?
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മസാല തന്നെ ഞാൻ കുറേ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇനി ഒരു മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ദോശ ഉണ്ടാക്കാൻ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ദോശ ഒഴിച്ചു. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ദോശ കേട്ടോ, നേരിയ ദോശയാണ് എനിക്കിഷ്ടം. ദോശപ്പായിരുന്നു. എവറി ടൈം ആരും നോക്കുന്നില്ലെങ്കിൽ ദോശ വിൽ ബി വെരി പെർഫെക്റ്റ്. ഇതിപ്പോൾ 2 കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദോശ ഇങ്ങനെയാണ്. ദോശയ്ക്ക് ഒരു കണ്ണിച്ചോരില്ല, ആളെ നാണം കെടുത്തും. ദോശയൊക്കെ ഫ്ലോപ്പായി. ഞാനിങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്ത് ഒട്ടിച്ച് വെച്ചതാണ്. ഇനി സാരമില്ല, എന്നാൽ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ല. അപ്പം അങ്ങനെയൊക്കെ മതി, പാച്ച് വർക്കിങ് ഒക്കെ മതി. ഇനി നമ്മൾ കുറച്ച് മസാല ഇടുക, കഴിക്കാം, അത്രേ ഉദ്ദേശമുള്ളൂ. എന്തൊക്കെയാണോ ചട്നി വേണ്ടതെന്ന് വെച്ചാൽ ചട്നിയൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പം 2 ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ചട്നിയും ഒരു തേങ്ങ ചട്നിയും. ടൊമാറ്റോ ചട്നി എൻ്റെ മോൻ ടൊമാറ്റോ ചട്നി മാത്രമേ കഴിക്കുള്ളൂ. ആൾക്ക് തേങ്ങ ചട്നി ഇഷ്ടം, കഴിക്കും. പക്ഷേ ഒരു വീക്കെൻഡൊക്കെ അല്ലേ, സൺഡേ ഒക്കെ ആൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിർബന്ധിക്കില്ല. പാവല്ലേ, അവൻ്റെ ഇഷ്ടവും നോക്കണ്ടേ. നമ്മളെ ഇഷ്ടത്തിന് ഇത് ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഉണ്ടാക്കി, തേങ്ങ ചട്നി ഉണ്ടാക്കി. ഇനി കഴിക്കാം. വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി. തേങ്ങ ചട്നി കൂട്ടുക, ടൊമാറ്റോ ചട്നി കൂട്ടുക. വെരി നൈസ്, നല്ല മസാല ദോശ. So bye, see you in another video. Thanks for watching.